കരുണയുടെ അവസാന മണിക്കൂർ 70. ആത്മീയ യുദ്ധം. എൻ്റെ സ്നേഹമെന്നത് ഒരേ സമയം കരുണയും നീതിയുമാണ്. കർത്താവേ കർത്താവേ എന്നെന്നെ വിളിക്കുന്നവരല്ല, പിന്നെയോ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഹിതം നിറവേറ്റുന്നവരാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് എന്നതിനാൽ അവർ ഈ കാര്യം അറിഞ്ഞിരിക്കണം. എൻ്റെ മക്കളെ, സാഹചര്യങ്ങൾ കൂടുതൽ മോശമായി കൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രങ്ങൾ കൂടുതൽ അരക്ഷിതാവസ്ഥയിലേക്ക് പോകുന്നു. മാനവരാശിക്ക് ഭ്രാന്ത് പിടിച്ചുകൊണ്ടിരിക്കുന്നു. തങ്ങൾക്ക് അർഹതപ്പെടാത്തവ പിടിച്ചെടുക്കുവാനായി ഭീകരവാദം പ്രയോഗിക്കപ്പെടുന്നു. അത് എൻ്റെ മക്കളെ വികാരവിക്ഷുബ്ധരാക്കുകയും പരസ്പരം പോരടിക്കുന്നതിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. എൻ്റെ മക്കൾ കലാപത്തിലേക്ക് നയിക്കപ്പെടുകയും അതുകൊണ്ട് സഹിക്കേണ്ടി വരികയും ചെയ്യുന്നു. ഇന്ദ്രിയങ്ങളെ ഇരുട്ടിലാഴ്ത്തുകയും മനുഷ്യൻ്റെ എല്ലാ പ്രവൃത്തികളിലും കർമ്മങ്ങളിലും പാപത്തെ സാമാന്യവൽക്കരിക്കുകയും ചെയ്യുന്ന ഒരു കാലമാണിത്. സൂര്യൻ കമ്മ്യൂണിക്കേഷൻ മേഖലയിൽ വലിയ നാശം വരുത്തുന്നത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. എൻ്റെ മക്കളെ, പ്രകൃതിക്ഷോഭം കൊണ്ടും മനുഷ്യരുടെ പ്രവൃത്തികൾ കൊണ്ടും വലിയ സഹനത്തിലൂടെ കടന്നു പോകുന്ന എല്ലാ രാജ്യങ്ങളിലുമുള്ള നിങ്ങളുടെ സഹോദരർക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കുക. പിശാചിനോടൊപ്പം മനുഷ്യൻ്റെ സൃഷ്ടികളെയും ആരാധിക്കുകയും അതുവഴി മറ്റുള്ളവരുടെ വേദന മറന്നുപോകാൻ ഇടയാകുകയും ചെയ്യുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. എന്തെന്നാൽ അനേകം രാജ്യങ്ങളിലേക്ക് കടൽ കടന്നു കയറും. എൻ്റെ മക്കളെ, ശ്രദ്ധിക്കുക. വൈറസ് മൂലമുള്ള രോഗങ്ങൾ അതിവേഗം വ്യാപിക്കുകയാണ്. ഓരോ തവണയും രോഗം കൂടുതൽ ശക്തിയാർജിക്കുന്നു. ഭൂമിയുമായുള്ള സൂര്യൻ്റെ നില ഇപ്പോൾ അപകടകരമായ അവസ്ഥയിലാണ്. അഗ്നിബാധകൾ കൂടുതൽ വ്യാപകമാകും. അതിൻ്റെ ഫലമായി എൻ്റെ മക്കൾ നശിക്കും. മുന്നറിയിപ്പില്ലാതെ പുതിയ രോഗങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് മനുഷ്യരാശിയെ അത്ഭുതപ്പെടുത്തും. അജ്ഞാത രോഗമായതിനാൽ അവ അത്യന്തം അപകടകരമായിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് എല്ലാ മനുഷ്യരും ആത്മാവിൽ വളരുകയും തങ്ങളുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി പടവെട്ടുകയും ചെയ്യണം. അതേസമയം തന്നെ അവർ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഇനി സംഭവിക്കാനിരിക്കുന്നതുമായ സഹനങ്ങളെ നേരിടുന്നതിൽ തങ്ങളുടെ സഹോദരന്മാരെ ഭ്രാതൃസ്നേഹത്തോടെ സഹായിക്കുകയും വേണം. എതിർ ക്രിസ്തുവിൻ്റെ ആജ്ഞകൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നവരുടെ ദുഷ്ടതയെ അതിജീവിക്കാനായി നിങ്ങൾക്ക് ആത്മീയമായ ഒരുക്കം ഉണ്ടായിരിക്കണമെന്ന് ഞാൻ ആഹ്വാനം ചെയ്യുന്നു. അതില്ലാതെ മനുഷ്യകുലത്തിന് പിടിച്ചു നിൽക്കാനാവില്ല. മാനവരാശി പ്രവചനങ്ങളുടെ പൂർത്തീകരണത്തിൻ്റെ വേളയിൽ എത്തി നിൽക്കുന്നു എന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ നിശ്ചയദാർഢ്യത്തോടെ മുന്നോട്ട് പോകണം. ചിലർ എല്ലാം കാണുന്നു, എന്നാൽ സത്യത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് തിരിച്ചറിയാൻ അവർ ആഗ്രഹിക്കുന്നില്ല. ചിലർ അടയാളങ്ങളും ലക്ഷണങ്ങളും തിരിച്ചറിയുന്നില്ല. അജ്ഞാനികളും ഇടുങ്ങിയ മനസ്സുള്ളവരുമായ മനുഷ്യർ മർക്കടമുഷ്ടിയിൽ ഉറച്ചു നിൽക്കുന്നു. അവർ അവരുടെ ആത്മാക്കളെ നിസ്സംഗതയ്ക്ക് വിട്ടുകൊടുക്കുകയും ചെയ്യുന്നു. തങ്ങളുടെ സഹോദരരോട് അസൂയ പുലർത്തുന്നവർക്കും അക്ഷമരും അഹങ്കാരികളും ഉദ്ധതരും ആയവർക്കും പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ഹിതത്തിന് കീഴ്വഴങ്ങാത്തവർക്കും തങ്ങളുടെ ഹൃദയങ്ങളിൽ സമാധാനം അനുഭവിക്കാൻ സാധിക്കില്ല. വരാനിരിക്കുന്ന സംഭവങ്ങൾ അവരെ സത്യമായും ദുരിതത്തിലാഴ്ത്തും.